അണ്ണാ ഇതെന്താ? മെഡിസിനാ? പിന്നെ ഇങ്ങോട്ട് വരാനായിട്ട് നമുക്ക് എത്ര രൂപ ചിലവാകും? അതാണല്ലോ എല്ലാവരുടെയും ഒരു വലിയൊരു ചോദ്യം. ഭയങ്കര ഇവിടെ ബഹുത് ഗർമിയായി. ഇത് ഗർമി തോ ബഹുത് വേർത്ത് കുളിക്കണേണ്. നമ്മളങ്ങനെ ഇപ്പോൾ ഭഗവതിയാണ് ടെമ്പിളിലുണ്ടാ. അതിൻ്റെ കാഴ്ചകളൊക്കെയാണ്. അവിടെ ആയിരിക്കില്ല, കുറച്ച് കയറി നോക്കാം. ഇങ്ങോട്ടെന്തോ സ്ഥലമൊക്കെ ഉണ്ടല്ലോ, പോയി കാണാം. കുറേ ഷോപ്പൊക്കെ ഉണ്ട്. ഡെയിലി ഇങ്ങനത്തെ ഐറ്റമൊക്കെ കിട്ടും. കടലിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ വെച്ചുള്ള മാല, അങ്ങനത്തെ ഐറ്റമൊക്കെ. ഓ, ഇവിടെ എന്നാലും വിവേകാനന്ദ പാറയുടെ വ്യൂ ആണ് കേട്ടോ. ഇവിടെ വന്ന ഫോട്ടോസും കാര്യം എടുക്കാം. ഓ, ഇവിടെ ഇറങ്ങാനുള്ള സ്പോട്ടൊക്കെയാണ് കേട്ടോ. ഇവിടെ കഴിക്കാനും സാധനങ്ങളൊക്കെ ഉണ്ട്. പൈനാപ്പിൾ, വാട്ടർമെലൺ, മാങ്ങ, ഐസ്ക്രീം, ബാഗ്സൊക്കെ വാങ്ങും. സാധാരണ എല്ലാ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലുള്ള പോലെ ഉള്ള ഐറ്റങ്ങളെല്ലാം തന്നെയുണ്ട് ഇവിടെ. നമുക്കൊന്ന് കടലിലിറങ്ങി നോക്കാം. സോ നമ്മളെ ഇന്ത്യൻ ഓഷ്യനിൽ ആദ്യമായിട്ട് കാല് പൊക്കാൻ പോണ സുഹൃത്തുക്കളെ. കിടന്നതിന് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഷൂ ആയിരുന്നു, അതുകൊണ്ട് കാല് പൊക്കില്ല. ഈ പ്രാവശ്യവും ഷൂ ആണ്, പക്ഷെ ഷൂ ബാഗിലിട്ടിട്ട് നന്നായി. പോയി ാണ് കേട്ടോ. ഇന്ത്യൻ ഓഷ്യൻ ചെങ്കല്ല് പോലത്തെ കല്ലാണ്ടോ, ചെങ്കൽ പാറ. അടിപൊളി. ഇപ്പോഴുള്ള എന്തോ കടലിൽ മുങ്ങി എന്തോ എടുത്തിട്ട് സാധനം ഉണ്ടത്. അണ്ണാ ഇതെന്താ? മെഡിസിനാ? പേര് പേര് ആ ഞങ്ങളുണ്ടല്ലോ, ജീവിയാണ്. എന്ത് സാധനം ജീവിയാണെന്ന് തോന്നുന്നു. ഇത് നടക്കുന്നൊക്കെ. പുള്ളി അവിടെ അതിട്ട് തപ്പിയെടുക്കണേ ഗൂഗിൾസ് ഇട്ട്. സോ അങ്ങനെ നമ്മൾ കടലിലൊക്കെ കുറച്ച് നേരമൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത് കാലൊക്കെ മുക്കി നേരെ ഇവിടെ കയറി കുറച്ച് നേരം ഇരിക്കുക. ഇവിടെ പിന്നെ എന്തോ കർമ്മം ചെയ്യണ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു ശാന്തി നിന്ന് ഹോമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുളിച്ചിട്ട് വരാനൊക്കെ പറയുന്നുണ്ട്.
അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് എനിക്ക് പറയാനറിയില്ല, അതുകൊണ്ട് ഞാൻ ആ ടോപ്പിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. ഇവിടെ ഇറങ്ങുന്ന ഒരു സ്പോട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം, ബാക്കിയുള്ള കാര്യം അറിയാമെന്ന് പറഞ്ഞുതരാം. ഓക്കെ, തെളിഞ്ഞോളൂ വഴിക്കലുണ്ട്. വഴിക്കലുണ്ട്. ഇതിലൊക്കെ മീൻകുട്ടികൾ നടക്കുന്നുണ്ട് കേട്ടോ, കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ. എന്ത് മീനാന്ന് മനസ്സിലാവുന്നില്ല, കുറേ ഉണ്ട് ഇവിടെയൊക്കെ, ഫുള്ളുണ്ട്. ക്യാമറയിൽ കിട്ടുമെന്ന് അറിയില്ല കേട്ടോ, ഇതിലുണ്ട് കേട്ടോ. സോ നമ്മളങ്ങനെ ഇവിടെ നിന്ന് നൈസായിട്ട് ഇറങ്ങുന്നുണ്ടോ. നല്ല പൊരി വെയിലായി തുടങ്ങിയപ്പോൾ ടൈം 12:20 ഇവിടെ നിന്ന് നൈസായിട്ട് പോവാം. നല്ല വെയിലാണ്, ഇവിടെ കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 5 പീസ് 100 രൂപ, 4 പീസ് 100 രൂപ, തുണിയും കാര്യങ്ങളൊക്കെ വാങ്ങാം. അപ്പോൾ ഏറ്റവും യൂസ്ഫുള്ളാണ് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിയിട്ട് വരെ കടലിലേക്ക് ഇറങ്ങാം. ഓരോ സ്ഥലത്തിനും പേരുണ്ട്, പക്ഷെ അത് തമിഴിൽ എഴുതി വെച്ചേക്കുന്നത്. അതുകൊണ്ട് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്തതിനൊക്കെ പറ്റുന്നില്ല. ഫോണിനാണെങ്കിൽ റേഞ്ച് ഇഷ്യൂ ഉണ്ട്, അതിലാണ് ഇൻഫോർമേഷൻ കിട്ടാൻ ഇത്തിരി പാടാണ്. ബോർഡ് ഫുള്ള് തമിഴിലാണ്, ഇംഗ്ലീഷ് ഒന്നും എഴുതിയിട്ടില്ല. സോ നമ്മളങ്ങനെ ടെമ്പിളിൻ്റെ ആ ഭാഗത്തു നിന്നൊക്കെ മാറി ഇപ്പോൾ കുറച്ച് വന്നേക്കുന്നത് സൺസെറ്റ് വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വിവേകാനന്ദൻ്റെ അമ്പലം ഉള്ളത്. സോ നട്ടുച്ചക്ക് സൺസെറ്റ് വ്യൂ പോയിൻ്റ് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ, പക്ഷെ എന്തായാലും ഞാൻ ഇത്രയും വന്ന സ്ഥിതിക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചിട്ട് പോകാൻ ചെയ്ത്. ഇതാണ് കേട്ടോ വിവേകാനന്ദൻ്റെ അമ്പലമാണ് ഈ കാണുന്നത്. ഇതങ്ങോട്ട് ബീച്ച് റോഡ് കുറച്ചും കണ്ടോന്ന് പോയി നോക്കാം. നമ്മളങ്ങനെ ഇപ്പോൾ കാമരാജ മന്ദിർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കയറിയേക്കുന്നുണ്ട്. ഇതിൽ കാമരാജ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അച്ചീവ്മെൻറ്റ്സും പുള്ളിയുടെ ആ ലൈഫ് സ്റ്റൈല്, പുള്ളി ആരായിരുന്നെന്ന് എനിക്ക് കറക്റ്റ് ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഇവിടെ പുള്ളിയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ അത് തമിഴാണ്, തമിഴ് അറിയില്ല. തമിഴാണെങ്കിൽ കമ്മ്യൂണിക്കേഷനും എനിക്ക് ഭയങ്കര ഒരു വിഷയമുണ്ട് തമിഴ്, തമിഴൊരു ഇതില്ല, തമിഴിലിങ്ങനെ വരവ് കുറവാണ്, അതുകൊണ്ട് അറിയണം. സോ ഇതാണ് കാമരാജൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി. കണ്ടോ, ഇത് എഴുതിയിരിക്കുന്നത് ഫുള്ള് തമിഴിലാണ് കേട്ടോ. 1903 മുതൽ 1975 വരെയാണ് പുള്ളി ജീവിച്ചിരുന്നത്. ഇവിടെയാണെങ്കിൽ ടൂറിസ്റ്റുകൾ ആരും കയറുന്നില്ല കേട്ടോ. ഞാൻ പിന്നെ ജസ്റ്റ് കണ്ടപ്പോൾ എന്താണെന്ന് കാണാൻ വേണ്ടിയുള്ള കൗതുകം കൊണ്ട് കയറിയതാണ്. നിങ്ങൾ വന്നാലും ജസ്റ്റ് കയറി കാണുക, അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. എനിക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഞാൻ കാമരാജ് എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. സോ നെറ്റ്വർക്ക് വന്നിട്ടൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം. ഗോലി സോഡ കണ്ടപ്പോഴൊന്ന് കുടിക്കാൻ ആഗ്രഹം മൊത്തമൊന്ന് കുടിച്ചതാണ്. ഇവിടെ തമിഴ്നാടായതുകൊണ്ട് ഗോലി സോഡക്ക് വിലക്കുറവായിരിക്കും എന്നാണ് എൻ്റെ ഒരു ധാരണ. പക്ഷെ ഇത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണെന്നുള്ള കാര്യം ഞാൻ മറന്നു. ഒരു ഗോലി സോഡ, തണുത്ത ഗോലി സോഡ ഇല്ലെന്ന് പറഞ്ഞു, നോർമൽ സോഡ. പുള്ളി ആപ്പിളുണ്ട്, പൈനാപ്പിളുണ്ട് എന്ന് പറഞ്ഞു തണുത്തായിട്ട്. ഞാൻ ഒരു പൈനാപ്പിൾ എടുക്കാൻ പറഞ്ഞു, എടുത്ത് പൊട്ടിച്ച് കഴിഞ്ഞപ്പം 30 രൂപ ചെറിയ സോഡക്ക്. മര്യാദക്ക് ബാഗിൽ വെള്ളം ഉണ്ടായിരുന്നു, കുടിച്ചാൽ മതിയാവും. ഇനി ഞാൻ ഗോലി സോഡ വാങ്ങൂല. അല്ല ഇവിടെയൊക്കെ നിരന്ന് ഗോലി സോഡ കിരിയുണ്ട്. ഉണ്ടാ ഇവിടെ ഫുള്ള് പണ്ടത്തെ പോലെ നമ്മുടെ അവിടെ പണ്ടുണ്ടായിരുന്ന സമയം ഞാനൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അവിടെ നമ്മുടെ നാട്ടിൽ, തമിഴ്നാട്ടിൽ വരുമ്പോഴാണ് ഗോലി സോഡ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുന്നത്. ഇവിടെ ഇത് ഇപ്പോഴും ഉണ്ട്. എനിക്ക് നിൽക്കുമ്പോൾ തന്നെ ചീറ്റിട്ട് പൊളി. എനിക്ക് ഇവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യണമെന്നുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ എങ്ങനെയാണ് ഒരു ഫുള്ളൊരു ചേരി പ്രദേശം, ആ ഒരു രീതിയിലാണ് ഈ ഒരു സ്ഥലം കിടക്കുന്നത്. അപ്പോൾ ടൗണായിട്ടങ്ങനെ ഒരു തോന്നിയില്ല.
ടൂറിസ്റ്റ് സ്ഥലം മാത്രമാണ് വലിയ വികസനമൊക്കെ എനിക്ക് തോന്നി കേട്ടോ. സോ ഇവിടെ സ്റ്റേ ചെയ്യാൻ അത്ര സേഫ് ആയിരിക്കില്ല എന്നാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത്. നോക്കട്ടെ, ചിലപ്പോൾ സ്റ്റേ ചെയ്യും. എൻ്റെ സ്റ്റേ എന്ന് വെച്ചാൽ ഏതെങ്കിലും ബസ് സ്റ്റോപ്പിലോ റെയിൽവേ സ്റ്റേഷനിലോ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു നമ്മ സേഫ്റ്റി നോക്കുന്നത്. മെയിനായിട്ട് ക്യാമറ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കാര്യം. ഞാനിപ്പോൾ സേഫ്റ്റി നോക്കിയിട്ട് കിടക്കുള്ളൂ. ഇപ്പോൾ ഇന്നലെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലിരുന്നാണ് ഉറങ്ങിയത്. അപ്പോൾ ഒരു ചെയറുണ്ട്, നമ്മൾ ഹോസ്പിറ്റലൊക്കെ കാണില്ലേ, അതുപോലെ കൈ ഇങ്ങനെ വെക്കാനുള്ളൊരു ഇരുമ്പിൻ്റെ സാധനമുണ്ട്. അപ്പോൾ ബാഗിൻ്റെ ഈ വള്ളി എടുത്ത് ഇരുമ്പിൻ്റെ സാധനത്തിൽ നല്ല രീതിയിൽ കെട്ടി, എന്നിട്ട് ബാഗ് എടുത്ത് മടി വെച്ച് എന്നിട്ട് അതിൻ്റെ മുകളിൽ കിടന്നുറങ്ങി. ഫോണെടുത്ത് ബാഗിൻ്റെ അകത്ത് വെച്ച് ഇങ്ങനെയൊക്കെ കിടന്നുറങ്ങി. ഉറങ്ങിപ്പോയപ്പോൾ പോലീസുകാരൻ, ഒരു പോലീസ് ഓഫീസർ വന്ന് തട്ടി വിളിക്കണ്, എടാ ഉറങ്ങല്ലേ, ഈ സ്ഥലം അത്ര നല്ലതല്ല, ഉറങ്ങിക്കഴിഞ്ഞാൽ ബാഗ് അടിച്ചുകൊണ്ട് പോകും. അങ്ങനെ ഒരു പ്രാവശ്യം വിളിച്ചെണീപ്പിച്ചു. പിന്നെ ഞാൻ ഉറങ്ങിപ്പോകുമ്പോൾ ഞാൻ ഇങ്ങനെ തലയിട്ട് കുലുക്കി സാധനം ഉറക്കാൻ കളയും. പിന്നെ ബാക്കിൽ കുറച്ച് ചേട്ടന്മാർ വന്നിരുന്നു, അവരും പറഞ്ഞു ഉറങ്ങല്ലേ ഒരു സ്ഥലത്ത്. ആ പുള്ളിയുടെ അതിലൊരു ചേട്ടൻ്റെ ബാഗ് കഴിഞ്ഞ ദിവസം അടിച്ചുകൊണ്ട് പോയാലെന്ന് പറഞ്ഞു. പുള്ളിയുടെ ഡ്രസ്സ് മാത്രമേ ഉണ്ടായുള്ളൂ, അതുകൊണ്ട് തന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഫോണൊക്കെ എടുത്ത് പോക്കറ്റ് ഇട്ട് കയ്യിൽ പോകുമ്പോൾ എല്ലാം കൂടി പോകുമെന്ന് പറഞ്ഞു. ഇത്തിരി റിസ്ക്കാണ്, പക്ഷേ നമുക്ക് വേറെ ഓപ്ഷനില്ല. നമ്മളൊരിക്കലും പണമില്ല അതൊന്നും പറഞ്ഞ് നമ്മൾ ഒരിക്കലും യാത്ര ചെയ്യാതിരിക്കരുത്. നമ്മളുള്ള പൈസക്ക് വരിക. ഒരു 500 രൂപയൊക്കെ ഒപ്പിക്കാൻ വലിയ പാടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു പ്രായത്തിലുള്ള കാറ്ററിങ് പോകാം, പാർട്ട് ടൈം ജോലിക്ക് പോകാം, ഇങ്ങനെ ഒരു 500 രൂപയ്ക്ക് എന്തായാലും സെറ്റാക്കാനൊക്കെ പറ്റും. സോ പൈസ ഇല്ലെന്നൊരു കാരണമാകരുത് യാത്ര ചെയ്യാൻ പറ്റാത്തതിനൊരു കാരണമായിട്ട് പറയുന്നത്. എനിക്ക് താല്പര്യം ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം, പൈസ ഇല്ലെന്ന് വെച്ചാൽ പറയരുത്. പക്ഷെ ചിലർക്ക് ഇങ്ങനെയൊന്നും പോകാൻ പറ്റിയെന്ന് വരില്ല. കുറച്ച് എക്സ്പെൻസീവായിട്ട് യാത്ര ചെയ്യേണ്ട ഒരു സൗകര്യങ്ങൾ വേണ്ടവരുണ്ടാവും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തവരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ കാര്യമാണ്. പക്ഷേ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പൈസ ഒരു വിഷയമില്ല. ഇനിയിപ്പോൾ കയ്യിൽ എത്രയുണ്ട്? ഒരു 300 രൂപ ഉണ്ടാവും, 300 ഉണ്ടാവും. അത് വെച്ച് ഇനി വീട് പിടിക്കണം. ഇവിടെ നിന്ന് കന്യാകുമാരി നിന്ന് ഡയറക്റ്റ് ട്രെയിൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് വലിയ എക്സ്പെൻസ് ആവില്ല. 110 ഞാൻ ടിക്കറ്റ് റേറ്റ് നോക്കിയപ്പോൾ കണ്ടത്. മാക്സിമം 130 വരെ വരുള്ളൂ. നമുക്ക് ഡയറക്റ്റ് ട്രെയിൻ കിട്ടും. ജനറൽ ടിക്കറ്റിൻ്റെ കാര്യം ഉണ്ടാകാൻ പറയണം. ഞാൻ മിക്ക യാത്രയും ജനറലാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ബഡ്ജറ്റ് ട്രാവൽ നല്ലോണം ചെയ്യാൻ പറ്റും. സ്ലീപ്പറാണെങ്കിൽ എനിക്ക് പറ്റില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സോ നിങ്ങൾ കന്യാകുമാരി വരികയാണെങ്കിൽ മോർണിംഗ് ഇവിടെ എത്തുന്ന രീതിയിൽ വരിക. അല്ലെങ്കിൽ ഇപ്പോൾ ഇന്നാണ് നിങ്ങൾക്ക് കാണേണ്ട ദിവസമെങ്കിൽ തലേ ദിവസം വൈകുന്നേരം എത്തുക, എന്നിട്ട് ഇവിടെ സ്റ്റേ പിടിക്കുക. രാവിലെ മോർണിംഗ് 6 മണിയാകുമ്പോൾ വരിക, സൺറൈസ് കാണുക. പിന്നെ ഇവിടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുക. ഈവനിങ് ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഫാമിലി ആയിട്ടാണെങ്കിലും ഇപ്പോൾ ഒറ്റയ്ക്കാണെങ്കിലും ഫ്രണ്ട്സായിട്ടാണെങ്കിലും ഈവനിങ് ഇവിടെ നിന്ന് പോവുക. ഈവനിങ് ഇവിടെ നിന്ന് ട്രെയിനുണ്ട്. ഇവിടെ നിന്ന് ഇനി ഡയറക്റ്റ് നമ്മുടെ നാട്ടിലോട്ടില്ലെങ്കിലും നമുക്ക് തിരുവനന്തപുരം സെൻട്രൽ വരെ ട്രെയിൻ ഉണ്ടാവും. പിന്നെ അവിടെ നിന്നുള്ള ട്രെയിൻ കയറി നമുക്ക് നാട്ടിലോട്ട് പോകാം, എറണാകുളത്തോട്ട് പോകാം. സോ അങ്ങനെയൊക്കെ ഇവിടെ വരാവുന്നതാണ്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. എനിക്കിപ്പോൾ വന്ന് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ വരാം ഈ ഒരു ഐഡിയ കിട്ടിയത്. സോ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ട്രെയിനിലൊക്കെ കയറി പോകണമൊക്കെ ആയിരിക്കും. അതിന് മിക്കവാറും ഞാൻ കാണിക്കില്ല. ബോറിങ്ങാണ് ട്രെയിൻ ലൈഫ്. ചിലവർ എൻ്റെ വീഡിയോസിൻ്റെ ഒന്നാമത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത്ത് കൂടുതലാണ്. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, എന്തൊക്കെ തെറ്റുകൾ തിരുത്തണം, എന്തൊക്കെ കാര്യങ്ങൾ പറയണം. എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം. എൻ്റെ വീഡിയോയിൽ ഹിസ്റ്ററി പറയുന്നത് കുറവാണ്. മീൻസ് എനിക്കത് അറിയില്ല, അതുകൊണ്ടാണ്. സോ അത് ഞാൻ പഠിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് ഞാൻ എഫേർട്ട് ഇടുന്നില്ല, അതാണ് പ്രശ്നം. എഫേർട്ട് ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ യാത്ര ഒരു പ്ലാൻ ചെയ്തുള്ള യാത്രയല്ല. ഇപ്പം എനിക്ക് ഇന്നലെ വൈകുന്നേരം ഇങ്ങോട്ട് വന്നോന്ന് തോന്നി, ഞാൻ ഇറങ്ങി. ഞാൻ വീട്ടിൽ കയറിയിട്ടില്ല, കോളേജിൽ നിന്ന് നേരെ വന്ന വഴിയാണ്. കോളേജിലെ ബാഗൊക്കെ ബുക്കൊക്കെ കിടപ്പുണ്ട്, പേരുണ്ട്. അപ്പോൾ ഫുഡ് കൊണ്ടുപോകാറില്ല, ഈയിടെയായിട്ട് കോളേജിൽ കൊണ്ടുപോകില്ല. അതുകൊണ്ട് പാത്രമില്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ആ ബാഗിലൊരു കുപ്പി വെള്ളം, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ സെൽഫി സ്റ്റിക്ക് മിക്കപ്പോഴും ഉണ്ടാകും ബാഗിൽ, പിന്നെ ക്യാമറ ഉണ്ടാകും ബാഗിൽ. അപ്പോൾ ആ ഒരു മൈൻഡിൽ നേരെ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. ഞാനിങ്ങനെയാണ്, അതാണ് എനിക്ക് ഹിസ്റ്ററി പറയാൻ പറ്റാത്തത്. ഞാൻ ചെല്ലുമ്പോൾ അവിടെ റേഞ്ച് ഉണ്ടെങ്കിൽ അവിടെ ഗൂഗിൾ നോക്കിയിട്ട് കുറച്ചൊക്കെ പറയും. ആ ഒരു ഇതാണ്. അതെനിക്ക് മാറ്റി ചെയ്യണമെന്നുണ്ട് നല്ല രീതിയിൽ. മേ ബി ഞാൻ എഫേർട്ട് ഇട്ടാലേ നടക്കുള്ളൂ, അതെനിക്കറിയാം.
ഞാൻ എടുക്കും, എന്തായാലും ചെയ്യും. ഒരു വീഡിയോ എങ്കിലും മര്യാദയ്ക്ക് ചെയ്യണം, പക്കയായിട്ട് ചെയ്യണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമാണ്. എന്തെങ്കിലുമൊക്കെ നടത്തണം. സോ നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണ വഴിക്കിട്ട് ബായിനെ പരിചയപ്പെട്ടു. ഹായ് പോലോ. ഹായ്, നാം ജീവനെ. ബായ് അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പോകണം കേട്ടോ. ബായ് കുറച്ചുണ്ട് കാണിച്ചു തരും. ബായ് ആ സ്ഥലങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസൊക്കെ മുറികോണൊക്കെ പോയില്ലേ, ബായിൻ്റെ സ്ഥലം മുറികോൺ ഡിസ്ട്രിക്റ്റിലാണ്. केरला कैसे? केरला अच्छा है। सही। तुम बोलो क्या बोला? हम असम। असम, ओके ओके। इधर तमिलनाडु कैसा है? तमिलनाडु भी अच्छा है, ऐसा तो जगह घूमने के लिए भी अच्छा है। सही। भाई इधर का क्या करता है? हम इधर तो हम लोग इधर तोपुर में रहते हैं हम लोग। रहते काम काम वो राजमिस्त्री का काम है। राजमिस्त्री क्या काम? वो जो घर वाला है ना, बिल्डिंग वाला। बिल्डिंग कंस्ट्रक्शन वर्क। हाँ कंस्ट्रक्शन वर्क। ओके ओके, कंस्ट्रक्शन वर्क में भयंकर ഇവിടെ बहुत गर्मी है इधर। गर्मी तो बहुत है। വേർത്ത് കുളിക്കണേണ്. സോ അങ്ങനെ നമ്മൾ ബസ് വന്നിറങ്ങിയ സ്ഥലമെത്തി കേട്ടോ. ഇവിടുത്തെ ആ ഒരു കടയിൽ നിന്നായിരുന്നു നമ്മൾ വന്ന് ഫുഡൊക്കെ കഴിച്ച്. തിരുവനന്തപുരം ഇവിടെ നിന്ന് 94 കിലോമീറ്റർ ആണ് കേട്ടോ. हाँ उधर लेक में। थैंक यू भाई, मिलेगा। ठीक है। അങ്ങനെ രാജീവ് ഭായി അങ്ങനെ ഇവിടെ പറഞ്ഞ് പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഭായ് നമ്മൾ ഇവിടം വരെ ആക്കാൻ വന്നേണ് കേട്ടോ. എനിക്ക് തിരിച്ചു പോയിട്ടാണ് പോകേണ്ടത്, ജംഗ്ഷനിൽ നിന്ന് വളഞ്ഞാണ് പോകേണ്ടത്. പുള്ളിക്ക് നമ്മളിവിടം വരെ ആക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഇവിടുത്തെ ബസ്സിലൊക്കെ കയറണമെങ്കിൽ വലിയ പാടാണ് കേട്ടോ. മീൻസ് നമ്മൾ ചോദിച്ചൊക്കെ കയറണം. ഇവിടെ ഇംഗ്ലീഷിൽ എഴുതണ പരിപാടിയില്ല, അത് ഇത്തിരി ടാസ്ക്കാണ്. പുള്ളി തമിഴിലാണ്, തമിഴാണെങ്കിൽ വായിക്കാൻ അറിയില്ല. ഇംഗ്ലീഷിൽ എന്തെങ്കിലും ഒരു തിരുനെൽവേലിയാ അങ്ങനെ വല്ലതൊക്കെ എഴുതി ചെയ്യാൻ കൊള്ളായിരുന്നു. മധുരേ ഇതൊന്നുമില്ല, പുള്ളി തമിഴെന്ന് എന്ത് കാണിക്കാനാ? ആരുടെങ്കിലൊക്കെ ചോദിച്ചും കണ്ടെങ്കിൽ നമ്മളങ്ങനെ ഇപ്പോൾ ഒരു ലോക്കൽ സ്ട്രീറ്റ് കടയിൽ കയറിയിട്ടുണ്ട്. റോഡ് മിക്സ് എന്ന് പറയുന്ന സാധനം പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ. കൊള്ളാട്ടോ. ഇവരൊക്കെ കിടക്കാൻ പയ്യെ കുടിക്കല്ലേ നോക്കാൻ കൂടി അവൻ കുടി. അടിയിലത്തേം കൊള്ളാണ്ടോ. സോ നമ്മളങ്ങനെ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോട്ടുള്ള വഴി കയറി കേട്ടോ. ആ ഫ്രൂട്ട് മിക്സ് കൊള്ളാറുന്നുണ്ടോ, അത് നൈസായിരുന്നു. അത് കുടിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ നഷ്ടമായിപ്പോയിന്. 20 രൂപ ആ ഒരു സാധനം നമ്മുടെ നാട്ടിൽ കിട്ടത്തില്ല. അതൊരു പൊളി സാധനമായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ കുറച്ച് ദൂരം നടന്നിട്ടോ ഇപ്പം 5 കിലോമീറ്റർ കൂടുതലായി വെയിലെത്തി ഇവിടെ നടക്കാൻ തുടങ്ങിയ കന്യാകുമാരി. അപ്പോൾ ഇതേ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ എത്താറ് കുറച്ചും കൂടി ഉള്ളു. ഈ വെയിൽ പറ്റണില്ല കേട്ടോ. നമ്മുടെ നാട്ടിലേലും ഭയങ്കര കൂടുതലാണ്, ഭയങ്കര ഡാർക്കായി പോയി, സ്കിന്നൊക്കെ ഒരുമാതിരിയായി. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല, ഇതൊക്കെ ഇതിലുള്ളതാണ്. ഇനിയിപ്പോൾ ഞാൻ ഉച്ചക്ക് ഫുഡ് കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ ബഡ്ജറ്റ് കയ്യിൽ നിൽക്കില്ല. ഇവിടുന്ന് ഡയറക്റ്റ് ട്രെയിൻ കിട്ടിക്കഴിഞ്ഞാൽ വിഷയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആണ് പാടുപെടാൻ പോകണം. എന്തായാലും നോക്കാം. എന്തായാലും ലൈറ്റായിട്ടൊരു ബിസ്ക്കറ്റ് എങ്കിലും കഴിക്കണം, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ലെവല് കുറഞ്ഞു പോയി. എന്നാൽ അതെനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളത്. ഹെൽത്ത് ഇഷ്യൂ മീൻസ് ചുമയും കമ്പക്കെട്ടും ഭയങ്കര എക്സ്ട്രീമായിട്ട് ഇരിക്കണേ. ചുമ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചുമച്ചോട് വളഞ്ഞു, പിന്നെ കമ്പൊക്കെ കമ്പം ഭയങ്കരമായിട്ടുണ്ട്. പച്ചക്കളറില വന്നുകൊണ്ടിരുന്നു, ഇപ്പോൾ കുറഞ്ഞുണ്ട്, കുഴപ്പമില്ല. ഇപ്പോൾ യാത്രയിലാണ്ട് ഞാൻ മെഡിസിൻ എടുക്കണം നിർത്തി. മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ റെസ്റ്റ് വേണമല്ലോ. ഇപ്പോൾ റെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ബോഡിക്ക് ഓവർലോഡ് കൊടുക്കണം, സംഭവം നിർത്തി.
നമ്മുടെ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ എത്തിയട്ടാ. ഇതിനി പോയി കഴിഞ്ഞാൽ ഇവിടെ ഇനി എത്ര വർഷം കഴിഞ്ഞ് വരുവോളൊന്നും അറിയില്ല, ഇനി വരാൻ പറ്റുമോന്നും അറിയില്ല. ജീവിതത്തിൽ ഓരോരോ മെമ്മറീസാണ് ഇതൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഓർമ്മകളിങ്ങനെ സൂക്ഷിച്ച് വെക്കുക, പഴയ വീഡിയോസ് എടുത്ത് കാണാനൊക്കെ പരിപാടിയൊക്കെ. അപ്പോൾ എന്തായാലും നമുക്കിനി പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. അപ്പോൾ ഇനി നേരെ നാട്ടിലെത്തിയിട്ട് കാണാം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇനി നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിൽ കയറാം. നേരെ ടിക്കറ്റ് എടുക്കുക, പോവുക. 3 മണിക്കൊരു ട്രെയിനാണ് കണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാം കിട്ടുമെങ്കിൽ കഴിച്ചിട്ട് ഇവിടെ തന്നെ കുറച്ച് നേരം ഇരിക്കണം. എന്നിട്ട് നമുക്ക് ട്രെയിനിൽ കയറി നാട്ടിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് നൈറ്റ് തന്നെ എത്തുമായിരിക്കും. നൈറ്റ് മീൻസ് 12 മണിക്ക് എത്തുമായിരിക്കും. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഒരു വീഡിയോ. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസുമായിട്ടുള്ള വരാമെന്നുള്ള പ്രതീക്ഷയിൽ സൈനിങ് ഔട്ട്. ശരത്തില ബൈ ബൈ.